കൗസല്യേ, കൗസല്യേ, എവിടെ എവിടെ പോയി കിടക്കുന്നു ശാപം? ഇത് നമ്മുടെ ശ്യാംകുട്ടിയല്ലേ? കാണാനില്ലെന്നു. വീട് വിട്ടിറങ്ങിപ്പോയിട്ട് കണ്ടുകിട്ടുന്നവർ വിവരമറിയിച്ചാൽ 10,000 രൂപ. എന്നായി 10,000 രൂപ ഞാൻ വാങ്ങിക്കും. ഭ്രാന്തനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ. ചെറിയ തോതിൽ കൂക്കി വിളിയൊക്കെ നടത്തി. ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്ന് കൊടുത്തു. പിന്നെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, ചത്തോ? അത്ര വേഗം ഒന്നും ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ. അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പണം. പെട്ടെന്നാവണം. ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 10,000 രൂപ അകത്ത്. ഞാൻ പോവാ സ്വാമി. പോന്നു? അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കെല്ലാം മനസ്സിലായി. പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ച 10,000 രൂപ എനിക്ക് കിട്ടും. 10,000 രൂപ കളയല്ലേ കുഞ്ഞെ. അവിടെ നിൽക്ക്, അവിടെ അവിടെ എന്നെ പിടിച്ച് വണ്ടി കയറ്റും. ഉപദ്രവിക്കോ? അല്ല, നമ്മൾ രണ്ടുപേരും കൂടി എവിടെ? അയ്യോ, കാണാനില്ലല്ലോ. പോകാം. കാറ് താഴെ വന്ന് നിൽക്കുന്നു. എന്നെയാണോ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? പുല്ലാണ് പുല്ലാണ്, നീലാണ് പുല്ലാണ്. പട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാണ്. പിടിച്ച് താഴേക്ക് അയ്യോ, എനിക്ക് ഭ്രാന്തില്ല. അവിടെ അയ്യോ, അങ്ങോട്ട് പൈസ കിട്ടും. എത്ര രൂപ കിട്ടും? കിട്ടും. എന്നാ നമുക്ക് 2 കൂടെ പിടിക്കാം. അയ്യോ മല്ലികേ, നമുക്കൊരബദ്ധം പറ്റി. ഭ്രാന്ത് ഹരിക്കല്ല, വേറൊരുത്തനാ. അവൻ നട്ടുമൂത്തിറങ്ങി ഓടി. ഹരി, ഐ എം സോറി. ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു. ഒളിച്ചു താമസിക്കുന്ന ആളെ അന്വേഷിച്ചപ്പോൾ ഈ ഭ്രാന്തം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഓ, അതായിരുന്നോ കാര്യം? എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതൊന്നും സാരമില്ല. നടന്നത് നടന്നു. അടുത്ത പരിപാടി തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല. നമ്മൾ വിവാഹിതരാകുന്നു. ഓക്കെ? ഓക്കെ. ഒന്നിൽ ഞാൻ അല്ലെങ്കിൽ താൻ, അല്ല തന്നെ ഞാൻ ചാവും. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ മാനം പോവില്ലേ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒക്കുവോ? ഇതിക്കൂല്ലെന്ന് തോന്നുന്നു മാനം പോകാൻ. താൻ ഈ എഴുത്തുന്നുണ്ടോ? ഇവളുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു. അതും എനിക്ക്. ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുകൂട്ടി ഒന്നുചേർന്നു പോയി. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കത്ത് എഴുതുന്നത്. ഈ ബന്ധത്തിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാനും രേവതിയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോകാൻ നിർബന്ധിതരാകും. ഓടിക്കോ, ഓടിക്കോ. എന്തിനാ ഒളിച്ചോടുന്നത്? എല്ലാവരുടെയും മുമ്പിൽ കൊടുത്തേ ഓടിക്കോ. പക്ഷേ അതിനു മുമ്പ് ഞാനും താനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തണം. ചേട്ടാ, ഇയാളിത് മനഃപൂർവ്വം ആരെയോ കൊണ്ട് കരഞ്ഞു കുട്ടി എഴുതിപ്പിച്ചതാ. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ കൊച്ചു പെണ്ണില്ലേ, അവളങ്ങോട്ട് എഴുന്നള്ളിക്കാനാ. ദേ, അത് നടക്കില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് 3 കുട്ടികളെപ്പുറത്തോ സ്വർണവും പലിശയും തിരിച്ചു കിട്ടണം. അത്രല്ലേ വേണ്ടു. മനസ്സില്ല. അവിടെ കേസ് കൊടുക്ക.
ഇപ്പൊ താൻ ഈ വീട്ടിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. എന്താ വേണ്ടേ? ചേച്ചി എനിക്കറിയാം, ഈ പറയുന്നത് പോലെ ഒരു ബന്ധവും ചേച്ചിക്കില്ല. ആ, മേനോൻ അദ്ദേഹത്തിന് എനിക്കറിയാം, യാതൊരു വൃത്തികേടും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുക നല്ലത്. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിനെ പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കില്ല, അമ്മ വെക്കന്മാരെ പോലും. സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ നിനക്ക് പുതിയ ലൈൻ ഉണ്ടോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഓ വക്കീലെ, ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അവനെ ഞാനിവിടെ വരുത്താം. അത് ഞാൻ വിളിക്കാം. അയ്യോ അയ്യോ, മേനോദ്യം മുൻകോപിയാ. ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം. മേനോദ്യം ആദ്യമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ ഒഴിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ അതാ നല്ലത്. പാടി. ആ, നമസ്കാരം. താനാണോ എഴുത്തത്? ഏതെഴുത്ത്? ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ അതെ അതെ. ആലോചിച്ചിട്ട് തന്നെയാണോ ചെയ്തത്? ഞാൻ രേവതിയെ പ്രേമിക്കുന്നു, രേവതി എന്നെയും. ജഗൻപിള്ളേ, വക്കീലേ. എടാ തന്തയ്ക്ക് എനിക്കത്ത ഓ നീയോ? യോ അച്ഛൻ. ഓ അപ്പൊ ഇത് തന്റെ സദ്ധതയാണല്ലേ, ചുമ്മാതല്ല വെടിച്ചു പോയത്. ആമ്പിള്ളേരായാൽ ഈ പ്രായത്തിൽ കുറച്ച് കുശലിത്തരങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. അനാവശ്യം പറയരുത്. സത്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ വയസ്സുകാലത്ത് മേനോൻ അദ്ദേഹം ചെയ്ത അത്രയും കുശലിത്തരം എന്റെ മോന്റെ മക്കളില്ല. എടാ ചെറുക്ക, സത്യം പറയണം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞോ? അയ്യോ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മേനോൻ അദ്ദേഹത്തിന്റെ മകൾ രേവതി ഞാനും തമ്മിൽ സ്നേഹമാണെന്ന്. എന്റെ മകള് രേവതിയോ? അതേത് മകള്? എന്റെ കടയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മകൾ രേവതി. സത്യം പറ മനുഷ്യ, ഞാൻ അറിയാതെ നിങ്ങൾക്ക് എത്ര ഭാര്യ മക്കളുണ്ട്? എടോ എനിക്കൊന്നും അറിയില്ല. അത് കൊള്ളാം. സ്വന്തം മകളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അവളെ ദിവസവും ഇവിടെ കൊണ്ട് വിടാറുള്ളതല്ലേ. വെറുതെ കള്ളം പറയാതെ അമ്മാവ. അമ്മാവനോ? ഏത് വകുപ്പില്? ആ പെണ്ണിപ്പോ നിന്റെ കടയിലുണ്ടോ? ഉണ്ട്. വിളിപ്പിക്കേ. ആ വരട്ടെ. വിളിക്കേ. ആ വിളിക്കാം. ഇതാ, ഇത് നിങ്ങളുടെ മകളല്ലെന്ന് പറയാം. ആഹാ, എന്റെ ഉദ്ദേശത്തിൽ അല്പം തെറ്റുപറ്റിയെന്നേ ഉള്ളൂ. അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അല്ലേ? എനിക്ക് കുട്ടി, ഞാൻ കുട്ടിയുടെ തന്തയാണെന്ന് കുട്ടി അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെ മകളാണെന്ന് പറഞ്ഞോ? നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കൂ, എന്നെ ശിക്ഷിക്കൂ, എന്ത് വേണേലും ചെയ്യാം. ഒരു ജോലി അന്വേഷിച്ചലഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നാടകമൊക്കെ കളിച്ചു. മനഃപൂർവ്വമല്ല. ആദ്യം പറഞ്ഞ കള്ളം നിലനിർത്താൻ വേണ്ടി പിന്നെ പല കള്ളങ്ങളും പറയേണ്ടതായും ചെയ്യേണ്ടതായും വന്നു. അതാണ് സത്യം. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചേ തീരൂ. കുട്ടി കരയണ്ട, ഞങ്ങൾക്കാർക്കും കുട്ടിയോട് യാതൊരു വിരോധവും ഇല്ല. അപ്പോ നിങ്ങളുടെ മറ്റേ മോനോ? വീണ്ടും തുടങ്ങി. രണ്ടിലൊന്നും അറിയാനാ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ മഹാവൃത്തികെട്ടവനാ. അത് തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മകളെവിടെ? അയ്യോ, അത് ശല്യമായല്ലോ. ഇത്ര നാളും എന്റെ മോനെവിടെ മോനെവിടെ ചോദിച്ചു നടന്നു. ഇപ്പൊ അയാളുടെ മോളെവിടെയാണ്? തനിക്കെന്തൊരു അസുഖമുണ്ട്? തന്റെ മകനെ ഞാൻ കണ്ടുപിടിക്കുമെന്നായപ്പോൾ എന്റെ മകളെ താൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം. എവിടെ എന്റെ മകൾ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി താമസിപ്പിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ?
തന്റെ കളി ഇന്ന് ഞാൻ നിർത്തും. എടോ, തേങ്ങ കളിക്കരുത്, പൊട്ടും പൊട്ടുവത്. ആ പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഒറ്റ എണ്ണം അനങ്ങി പോകരുത്. എന്റെ ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചേക്കണം. ഇല്ലെങ്കിൽ ശവം പോലും ബാക്കി കാണില്ല. ആ നടക്ക്. നടക്കാൻ. അല്ല ഞാനും വരണോ? ആ വേണം, നടക്ക്. അങ്ങോട്ട്